ഇറ്റ്സ് യു ഗ്രാൻഡ് നമ്മളെ ചാനലിലെ പുതിയ വീഡിയോസ് എല്ലാം ഇട്ടിട്ട് കുറച്ചധികം നാളായി. ഇനി അങ്ങോട്ട് റെഗുലറായിട്ട് ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുംഭകോണം സ്പെഷ്യലായിട്ടുള്ള കടപ്പക്കറി. ഇത് ഞങ്ങൾ കുംഭകോണം പോയ സമയത്ത് പൂരി കഴിക്കുമ്പോൾ നമുക്ക് ഒപ്പം കിട്ടിയ കറിയാണ്. കിഴങ്ങെല്ലാം ഉണ്ട്. അപ്പോൾ കിഴങ്ങ് കറിയാന്ന് വിചാരിച്ചു, അല്ല, കുറച്ചും കൂടെ ഫ്ലേവർഫുള്ളാണ്, ഒരു മൈൽഡ് ടേസ്റ്റാണുള്ളത്. അപ്പം നമ്മളതിൻ്റെ റെസിപ്പി തപ്പി ഉണ്ടാക്കി നോക്കി, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം നമ്മൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കടപ്പക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ചെറുപയർ പരിപ്പ്, ഉരുളൻകിഴങ്ങ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി സെപ്പറേറ്റായിട്ട് വേവിക്കേണ്ടവർക്ക് അങ്ങനെയും വേവിച്ചെടുക്കാം. എന്നിട്ട് നമ്മളതിലേക്കൊരു പേസ്റ്റ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് തേങ്ങ, പൊട്ടുകടല, പോപ്പി സീഡ്സ്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഈ നേരത്തെ വേവിച്ചെടുത്ത പരിപ്പും കിഴങ്ങും സെപ്പറേറ്റ് ആക്കിയിട്ട് ഉടച്ചെടുക്കണം. ഇനി നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറിയ ജീരകം, വലിയ ജീരകം, പട്ട, കരാമ്പൂ, ബേ ലീഫ് ഇതെല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ സവോള, പച്ചമുളക്, കറിവേപ്പില ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് പാകത്തിന് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, അതെല്ലാം ഓരോരുത്തരുടെ ആവശ്യം എത്രയാണോ അത്രയ്ക്ക് അനുസരിച്ച് ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ച് ചെറുപയർ പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൽ നമ്മൾ കുറച്ച് പാകത്തിന് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം കുറച്ചിങ്ങനെ ഓൾറെഡി തിളപ്പിച്ച വെള്ളമാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് കുക്കായി കിട്ടും. നമ്മൾ ചൂടല്ലാത്ത വെള്ളം, പച്ചവെള്ളമാണ് ഒഴിക്കുന്നത് വെച്ചാൽ അത് കുക്കായി വരുന്നവരെ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ തിളപ്പിച്ച വെള്ളമാണ് ഒഴിക്കുന്നത് വെച്ചാൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മളതിലേക്ക് നേരത്തെ അരച്ച് വെച്ച തേങ്ങ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്ത് കഴിഞ്ഞാൽ ഇനിയും നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർക്കുക. എന്നിട്ടൊരു 2 മിനിറ്റ് ഇങ്ങനെ തിളപ്പിച്ച് വരാൻ വിടുക. തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ 2 മിനിറ്റ് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉടച്ച് വെച്ച കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാം അതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ. നമ്മൾ അത് തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ സ്റ്റെപ്സാണ്. നമ്മളതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ചെറിയ മൈൽഡ് ഫ്ലേവർ കിട്ടും, നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ. എന്നിട്ട് അതിലേക്ക് 1 പിടി മല്ലിയില, അതിലേക്ക് ഒരു 1/2 ലെമണിൻ്റെ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിങ്ങനെ ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മളെ കുംഭകോണം സ്പെഷ്യൽ കടപ്പക്കറി റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ഇത് അവർ പറഞ്ഞത് ഇഡ്ഡലി, ദോശ ഇടയ്ക്ക് ഒപ്പം കഴിക്കുന്നതാണ്. നമുക്ക് പൂരിയുടെ ഒപ്പമാണ് കൂടുതൽ സെറ്റായത്. നമ്മളിത് അടിപൊളി പൂരി കുംഭകോണം സ്പെഷ്യൽ കടപ്പക്കറി സെറ്റാണ്.